സെറ ഗോൾഡൻ ഡയമണ്ട് CPA ജംഗ്ഷൻ എടവണ്ണ. ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങൾക്ക് വിലക്കുറവ് വാഗ്ദാനങ്ങളിൽ മാത്രമല്ല, സിഗ്മ ഷോറൂം സന്ദർശിക്കൂ. ഓൺലൈൻ ഷോപ്പിംഗ് വിലയേക്കാൾ കുറവിൽ ഉൽപ്പന്നങ്ങൾ സിഗ്മയിൽ നിന്നും ലഭ്യമാണ്. സിഗ്മ ഇലക്ട്രോണിക്സ് ഗാലറി. ആഘോഷം ഏതു തന്നെയായാലും ആഭരണം ഹിബ ഗോൾഡൻ ഡയമണ്ട്സ്. ഹിബ ഗോൾഡൻ ഡയമണ്ട്സ്, ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക്, എടവണ്ണ. വിജയകരമായ വർഷങ്ങൾ പിന്നിട്ട എടവണ്ണ എമിറേറ്റ്സ് ടൈൽസ് ആൻഡ് സാനിറ്ററീസ് അതിശയിപ്പിക്കുന്ന വിലക്കുറവുമായി. എമിറേറ്റ്സ് ടൈൽസ് ആൻഡ് സാനിറ്ററീസ്, നിയർ സീതി ഹാജി ബ്രിഡ്ജ്, നിലമ്പൂർ റോഡ്, എടവണ്ണ. ജില്ലയിൽ പകർന്നു പിടിക്കുന്ന പകർച്ചവ്യാധികളും മഴക്കാല ദുരിതങ്ങളും നേരിടാൻ എല്ലാ സംവിധാനങ്ങളും ഒരുക്കിയതായി ജില്ലാ കലക്ടർ അറിയിച്ചു. കലക്ടറേറ്റിൽ മാധ്യമപ്രവർത്തകരെ കാണുകയായിരുന്നു അദ്ദേഹം. പൊന്നാനിയിലെ നമ്പർ 5 വാർഡിലാണ് ഒരു മലമ്പനി റിപ്പോർട്ട് ചെയ്തത്. അതിനുശേഷം മലമ്പനി റിപ്പോർട്ട് ചെയ്തതിന് ശേഷം വ്യാപകമായിട്ട് സാമ്പിൾസ് കളക്ട് ചെയ്യുകയും നമ്മളതിനുള്ള നടപടികൾ സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. കളക്ട് ചെയ്ത സാമ്പിളിലും ഒരെണ്ണം പോസിറ്റീവായിട്ട് കണ്ടെത്തിയിട്ടുണ്ട്. അപ്പം നല്ലൊരു ചികിത്സ കൊടുക്കുക, ഇതുപോലെ സസ്പെക്റ്റഡായ ഏരിയയിൽ കൂടുതൽ പരിശോധന നടത്തുക, സാമ്പിൾ എടുക്കുക, തടയുന്നതിന് വേണ്ടിയുള്ള നടപടിക്രമങ്ങൾ പാലിക്കുകയാണ് ചെയ്യുന്നത്. മഞ്ഞപ്പിത്തം മലപ്പുറം ജില്ലയുടെ 1-2 ഭാഗങ്ങളിൽ പടർന്നു പിടിച്ചത് ആശങ്കയുള്ള കാര്യം തന്നെയാണ്. അതിൽ നമുക്ക് പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കുന്നത് കുടിവെള്ളത്തിലൂടെ പകരുന്ന സാധ്യതയുണ്ട്. അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ജനങ്ങളോട് പറയാനുള്ളത്, തിളപ്പിച്ചാറിയ കുടിവെള്ളം മാത്രം കുടിക്കുക. നമ്മുടെ ഒരുപക്ഷെ നമ്മൾ കിണറ്റിലും മറ്റ് സോഴ്സിൽ നിന്ന് ലഭിക്കുന്ന വെള്ളം കണ്ടാമിനേറ്റഡ് വെള്ളമാണെന്ന് ധരിക്കുന്നത് തന്നെയാണ് നല്ലത്. കണ്ടാമിനേറ്റഡ് ആയ ഒരുപാട് സാമ്പിൾസ് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. കോളിഫോം ബാക്ടീരിയയുടെ പ്രസൻസ്, മറ്റ് ബാക്ടീരിയയുടെ പ്രസൻസ് കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കിണറ്റിൽ നിന്നുള്ള വെള്ളവും സോഴ്സിലെ വെള്ളവും കണ്ടാമിനേറ്റഡ് ആണെന്നുള്ള ധാരണ ഇവിടെ അംഗീകരിക്കും തന്നെ അപ്രോച്ച് ചെയ്യുക. അടുത്ത് നടന്ന ഒരു മീറ്റിങ്ങിൽ നമ്മൾ തീരുമാനം എടുത്തിരുന്നു, ഈ പല കല്യാണത്തിനോടനുബന്ധിച്ചൊക്കെ വെൽക്കം ഡ്രിങ്ക് കൊടുക്കുന്നത്. അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. ഒരു സ്പ്രെഡ് ഉണ്ടാവാൻ കാരണം വെൽക്കം ഡ്രിങ്ക് കൊടുത്തതിൽ കുറേ പേർക്കധികം അടുത്തുള്ള ഒരു കിണറിൽ നിന്നുള്ള വെള്ളം അത് തിളപ്പിച്ച് ശരിയായ രീതിയിൽ പ്രോസസ്സ് ചെയ്യാതെ കൊടുത്തതുകൊണ്ട് മഞ്ഞപ്പിത്തം ഉണ്ടാകുന്ന ഒരു ഇൻസിഡൻ്റ് ഉണ്ടായി. അതുകൊണ്ട് നമ്മൾ കഴിഞ്ഞ മീറ്റിങ്ങിൽ ഒരു തീരുമാനം എടുത്തത്, ഏതെങ്കിലും ഒരു ഭക്ഷണ പദാർത്ഥം നിരോധിക്കുന്നതിന് ബുദ്ധിമുട്ടാണ്, വെൽക്കം ഡ്രിങ്ക് കൊടുക്കണ്ട എന്നല്ല നമ്മൾ തീരുമാനം എടുത്ത്, പരമാവധി വെൽക്കം ഡ്രിങ്ക് ഒഴിവാക്കാൻ വേണ്ടി ഒരു തീരുമാനം എടുത്തിരുന്നു. ഈ കാറ്ററിംഗുകാരോട് അങ്ങനെ പറഞ്ഞിരുന്നു. അതേസമയം തിളപ്പിച്ച ചായ പോലെയുള്ള പാനീയങ്ങൾ അതിന് പകരമായിട്ട് കൊടുക്കുക. ഈ ഒരു ആശങ്ക നിലനിൽക്കുന്നത് കൊണ്ട് എന്തുമാത്രം അതിൻ്റെ സോഴ്സ് ഉറപ്പിക്കാൻ പറ്റുന്നില്ല. അതോടൊപ്പം തന്നെ ഈ കാറ്ററിങ്ങിന് വേണ്ടി എൻഗേജ് ചെയ്യുന്ന പലരും ലൈസൻസ്ഡ് കാറ്ററേഴ്സിനെ എൻഗേജ് ചെയ്യാൻ താല്പര്യം കാണിക്കണം. അവരെ മാത്രമേ എൻഗേജ് ചെയ്യിക്കാൻ പാടുള്ളൂ ഈ ഓഡിറ്റോറിയങ്ങളിൽ നടക്കുന്ന ചടങ്ങുകളിൽ എന്നും നമ്മളൊരു തീരുമാനം എടുത്തിരുന്നു. സാധാരണ പലരും ചെയ്യുന്നത് വ്യക്തമായിട്ട് ഹെൽത്ത് എങ്ങനെയാണ് പ്രോട്ടോകോൾസ് വ്യക്തമായിട്ട് അറിയാത്ത പ്രാദേശികമായിട്ടുള്ള ചില പാചകക്കാരെ ഏർപ്പാടാക്കി ഈ ഭക്ഷണം പാചകം ചെയ്യുന്ന രീതിയുണ്ട്. ഇത് അപകടം നിറഞ്ഞതാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ലൈസൻസുള്ള കാറ്ററേഴ്സിന് ഉപയോഗിക്കുക. അതുപോലെ ഈ വെൽക്കം ഡ്രിങ്കിലൊക്കെ ഉപയോഗിക്കുന്ന ഐസ്, ഒരുപക്ഷെ ഫിഷിന് പ്രിസർവേറ്റീവായിട്ട് ഉപയോഗിക്കുന്ന സാഹചര്യം നമ്മൾ കണ്ടെത്തുകയുണ്ടായി. ഫിഷിന് പ്രിസർവ് ചെയ്യുന്ന ഐസ് തന്നെ പോർട്ടബിൾ നല്ല വെള്ളത്തിലാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്. പക്ഷെ ഒരുപക്ഷെ ശുചിയായ വെള്ളത്തിൽ തയ്യാറാക്കാത്ത ഐസ് ഫിഷിന് പ്രിസർവേറ്റീവായിട്ട് ഉപയോഗിക്കുന്ന സാഹചര്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ചില സ്ഥാപനങ്ങൾക്കെതിരെ നടപടിയെടുത്തിട്ടുണ്ട്. ഒരു കാരണവശാലും അങ്ങനെയുള്ള ഐസ് സ്ലാബ്സ് ഉപയോഗിച്ച് വെൽക്കം ഡ്രിങ്കോ മറ്റ് പാനീയങ്ങളോ ജ്യൂസോ ഒക്കെ പ്രിപ്പയർ ചെയ്യുന്നത് ഒഴിവാക്കേണ്ടതാണ്. അപ്പോൾ കിണറുകളിൽ ക്ലോറിനേറ്റ് ചെയ്യുന്നതും പ്രോപ്പറായിട്ടുള്ള ക്ലോറിനേറ്റ് ചെയ്യണം. കിണർ വെള്ളം ആണെങ്കിലും ശരിയായ രീതിയിൽ, ശരിയായ അളവിൽ, ശരിയായ സമയത്ത് ക്ലോറിനേറ്റ് ചെയ്ത് മാത്രമേ കിണറിൽ നിന്നുള്ള വെള്ളവും ഉപയോഗിക്കാൻ പാടുള്ളൂ. അങ്ങനെ മലമ്പനിയുടെ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യമില്ല. നമ്മളത് ആരംഭഘട്ടത്തിൽ തന്നെ കണ്ടെത്തി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇത് ഏത് വാർഡിൽ നിന്നാണ് ഇത് കണ്ടെത്തി. അതിനുശേഷം 317ഓളം പേരുടെ സാമ്പിൾസ് എടുത്തതിലും ഒരെണ്ണം പോസിറ്റീവാണെന്നാണ് എനിക്ക് കിട്ടിയ വിവരം. അതനുസരിച്ച് സോഴ്സ് കണ്ടെത്താൻ ഇറാഡിക്കേറ്റഡാണ്.
അപ്പോൾ ഈ വന്നവരുടെ ഇതര സംസ്ഥാന തൊഴിലാളിയല്ല നമ്മളിപ്പം കണ്ടെത്തിയത്. അതുകൊണ്ട് തന്നെ അക്കാര്യത്തിൽ ഈ സാമ്പിൾസിൻ്റെ റിസൾട്ട് കൂടെ കിട്ടിയ ശേഷം വിശദമായിട്ട് പരിശോധിക്കേണ്ടതുണ്ട്. ശരി, അതെ. നിലമ്പൂരിൽ വന്ന് ഒരു പരാതി വന്നിരുന്നു ആദിവാസികളുടെ ഭാഗത്ത്. അവരെ ക്യാമ്പിലേക്ക് മാറ്റുന്നതിന് വേണ്ടി നടപടി സ്വീകരിച്ചിട്ടുണ്ട്. ഇപ്പം വില്ലേജ് ഓഫീസറും തഹസിൽദാരും സ്ഥലത്ത് പോയിട്ടുണ്ട്. ഇതിനു മുമ്പ് നമ്മുടെ കഴിഞ്ഞ 2-3 ദിവസമായിട്ട് നല്ല മഴയുണ്ട് ജില്ലയിൽ. ആ സമയത്ത് കുറച്ചുപേരെ കുടുംബങ്ങളെ അവർ താമസിക്കുന്ന സ്ഥലത്തുനിന്ന് മാറി ബന്ധുക്കളുടെ വീട്ടിലാണ് താമസിച്ചത്. ഇതുവരെ നമ്മൾ ജില്ലയിൽ ക്യാമ്പുകൾ തുറന്നിട്ടില്ല. പക്ഷേ നമ്മുടെ ജില്ലയിൽ നാശനഷ്ടം നോക്കുകയാണെങ്കിൽ 46 വീടുകൾ ഭാഗികമായിട്ട് ഈ കഴിഞ്ഞ ദിവസങ്ങളിലുള്ള മഴയിൽ നഷ്ടപ്പെട്ടു. അത് പൂർണ്ണമായിട്ട് നഷ്ടപ്പെട്ട വീടുകളില്ല. മണ്ണിടിച്ചിൽ ചില ഭാഗത്ത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ചെറിയ രീതിയിലുള്ള മണ്ണിടിച്ചിൽ വീടുകളോട് ചേർന്ന് കട്ട് ചെയ്ത് നിർത്തിയിരുന്ന പോർഷനൊക്കെ മണ്ണിടിഞ്ഞ് വീടിനോടടുത്ത് വന്നതും ഉള്ള ചില കുറച്ച് എക്സാമ്പിൾസ് വന്നിട്ടുണ്ട്. അവിടെ നിന്നൊക്കെ ആ വീടുകളിൽ നിന്നുള്ളവരെ മാറ്റി താമസിപ്പിച്ചിട്ടുണ്ട്. നമുക്ക് നിലമ്പൂർ 33 അംഗ NDRF ടീം നിലവിലുണ്ട്, ക്യാമ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു പ്രത്യേകിച്ചൊരു ഇഷ്യൂ വരികയാണെങ്കിൽ ആ ഭാഗത്തേക്ക് NDRF ടീമിനെയും മറ്റ് സംവിധാനങ്ങളെയും മാറ്റാൻ സാധിക്കും. അപ്പം നമ്മൾ മഴയുടെ സിറ്റുവേഷൻ നിരന്തരം വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അത്ര ഈ ആദിവാസികളുടെ കാര്യത്തിലാണ്. അവിടെ ഇപ്പം വില്ലേജ് ഓഫീസറും തഹസിൽദാരും പോയിട്ട് എന്താണ് ചെയ്യേണ്ടതെന്ന് റിപ്പോർട്ട് കിട്ടി അത് ചെയ്യാം. അവരെ മാറ്റി താമസിപ്പിക്കാൻ വേണ്ടി ഉടനെ നടപടിയെടുക്കാം. ക്യാമ്പുകളിലേക്ക് മാറ്റാം. അവരുടെ എന്താണ് സിറ്റുവേഷൻ, അത് കെട്ടുന്നത് പ്രായോഗികമാണോ അല്ലെങ്കിൽ മാറ്റി താമസിപ്പിക്കുന്നതാണോ, അക്കാര്യത്തിൽ തീരുമാനമെടുക്കാം. ഇല്ല, വലിയ തോതിലുള്ള മണ്ണിടിച്ചില്ലല്ല. പലയിടത്തും ഈ എർത്ത് കട്ട് ചെയ്തിട്ട് വീട് വെക്കുന്ന ചില സാഹചര്യങ്ങളുണ്ട്. റിമൂവ് ഹൈറ്റിൽ എർത്ത് കട്ട് ചെയ്ത് വീട് വെക്കുന്ന സാഹചര്യങ്ങളിൽ വീടിനോടടുത്തുള്ള ഭാഗത്ത്, വീടിൽ നിന്ന് ചിലപ്പോൾ ഡിസ്റ്റൻസ് 2-3 മീറ്റർ ഭാഗം മാറിയായിരിക്കും കട്ട് ചെയ്യുന്നത്. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് മണ്ണിടിയുന്നതായിട്ടാണ് കണ്ടെത്തിയിട്ടുള്ളത്. അവിടെ റീറ്റെയിനിങ് വാൾ ഇല്ലാത്ത ചില സ്ഥലങ്ങളുണ്ട്. അങ്ങനെയുള്ള കുറച്ച് എക്സാമ്പിളാണ്. 3 സ്ഥലങ്ങളിൽ അങ്ങനെയുണ്ട്. അല്ല, വലിയ തോതിലുള്ള മണ്ണിടിച്ചിൽ ഇതുവരെ വന്നിട്ടില്ല. നമ്മൾ കവളപ്പാറകൾ പോലെയുള്ള സ്ഥലങ്ങൾ വാച്ച് ചെയ്യുന്നുണ്ട്. കവളപ്പാറയിൽ ഇപ്പോഴാരും താമസമില്ല ആ ഭാഗത്ത്, പണ്ട് ദുരന്തം ഉണ്ടായ സ്ഥലത്ത്. പക്ഷെ അതിനൊരു 300 മീറ്റർ അപ്പുറത്തൊരു നഗറുണ്ട്. കുറച്ച് കുടുംബങ്ങളുള്ളൊരു സ്ഥലമുണ്ട്. അവർക്ക് നമ്മൾ സാഹചര്യം അനുസരിച്ച് അവരെ മാറ്റി താമസിപ്പിക്കാനുള്ള നടപടി സ്വീകരിക്കും. പക്ഷെ അത് കവളപ്പാറ ആക്സിഡൻ്റ് ഉണ്ടായ സ്ഥലത്തിൽ നിന്ന് 300 മീറ്ററോളം മാറിയാണ്. പണ്ട് നമ്മൾ കോളനി എന്ന് പറയും, ഇപ്പം നഗർ എന്നാണ് പറയും. കോളനി ഈ കവളപ്പാറയിലാണ് അല്ലേ? ഇത്തരം ഈ പ്രശ്നം നമ്മൾ ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. അതിലുടനെ തീരുമാനം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കും. Zara Golden Diamond, CPA Junction, എടവണ്ണ. ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങൾക്ക് വിലക്കുറവ് വാഗ്ദാനങ്ങളിൽ മാത്രമല്ല, സിഗ്മ ഷോറൂം സന്ദർശിക്കൂ. ഓൺലൈൻ ഷോപ്പിംഗ് വിലയേക്കാൾ കുറവിൽ ഉൽപ്പന്നങ്ങൾ സിഗ്മയിൽ നിന്നും ലഭ്യമാണ്. സിഗ്മ ഇലക്ട്രോണിക്സ് ഗാലറി. ആഘോഷം ഏതു തന്നെയായാലും ആഭരണം ഹിബ ഗോൾഡൻ ഡയമണ്ട്സ്. ഹിബ ഗോൾഡൻ ഡയമണ്ട്സ്, ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക്, എടവണ്ണ. വിജയകരമായ വർഷങ്ങൾ പിന്നിട്ട എടവണ്ണ എമിറേറ്റ്സ് ടൈൽസ് ആൻഡ് സാനിറ്ററീസ് അതിശയിപ്പിക്കുന്ന വിലക്കുറവുമായി. എമിറേറ്റ്സ് ടൈൽസ് ആൻഡ് സാനിറ്ററീസ്, നിയർ സിദി ഹാജി ബ്രിഡ്ജ്, നിലമ്പൂർ റോഡ്, എടവണ്ണ.